കടലിന് മുകളിൽ വീട് കെട്ടി താമസിക്കുന്ന ബജു ട്രൈബിനെ തേടിയുള്ള നമ്മളുടെ യാത്ര തുടരുകയാണ്. എന്നെ തുറമുഖത്താക്കി ബൈക്കുകാരൻ തിരിച്ചുപോയി. ഫ്രണ്ട്സ്, അവിടെ നിന്ന് പറഞ്ഞത് സത്യമാണ് കേട്ടോ. 11 മണിക്ക് ഇവിടെ നിന്നും ഷിപ്പ് പുറപ്പെടുന്നുണ്ട്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ. സന്തോഷമായി. 1,55,000 രൂപയാണ് കേട്ടോ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അതുകൂടാതെ വണ്ടിക്ക് നമ്മളിപ്പോൾ കൊടുത്തത് 1,20,000 രൂപയാണ്. ലക്ഷങ്ങളങ്ങോട്ട് പൊട്ടുകയാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ ഓൾമോസ്റ്റ് ഇനി ഇതേ പോക്കാണെങ്കിൽ തീർത്ത് തരിപ്പണമാകും. പ്ലാനൊക്കെ പാളോ ദൈവമേ. ഇവിടെ ഈ ടെർമിനലിനോട് ചേർന്നിട്ട് കുറച്ച് കടകൾ താൽക്കാലികമായിട്ട് ഷിപ്പ് പുറപ്പെടുന്ന ദിവസങ്ങളിൽ മാത്രം ഉണ്ടാകുന്നതായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊരു കടയുണ്ട്. ഇവിടെ കോഫി കിട്ടും. അതുകൂടാതെ കഴിക്കാൻ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഈ നാസി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇത് എന്താണ് സാധനം? ഇതത് നാസിയാണോ? യെസ്, ചോറും ചിക്കൻ പൊരിച്ചതും. നൈസ്. KFC ചിക്കനാണ് കേട്ടോ. അത് കൊള്ളാലോ. പിന്നെ തുളസിയുടെ പോലത്തെ ഒരു ഇലയുണ്ട്. പിന്നെ മുളകിൻ്റെ ചട്നി, ചോറും. ശരിക്കുണ്ടല്ലോ, ഈ ഒരു പോർട്ട് ഭാഗത്തിന് ഇവിടെ ഈ ഒരു മലനിര ഇങ്ങനെ തടയിട്ടേക്കുവാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലോട്ട് ഐലൻഡിൻ്റെ മെയിൻ ഭാഗങ്ങളും ഈ ഒരു സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രമേ കരഭാഗങ്ങളുള്ള. നമ്മൾക്ക് വേണ്ടിയിട്ടൊരു കാത്തിരിപ്പ് കേന്ദ്രമുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വന്ന് നമുക്ക് കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാം. നമുക്ക് കുറച്ച് കൂടുതലധികം നേരം റെസ്റ്റ് ചെയ്യാനുണ്ട്. കാരണം സമയം ഇപ്പോൾ 9:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഒരു 1.5 മണിക്കൂർ ടൈമുണ്ട്. 11 മണിയായി. അത് കണ്ടില്ലേ നിങ്ങൾ, ഗ്രൗണ്ട് മുഴുവൻ നിറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആൾക്കാരും ബഹളമൊക്കെ ആയി കേട്ടോ. നേരത്തെ എങ്ങനെ കിടന്ന സ്ഥലമാണെന്ന് നോക്കിയേ. ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഷിപ്പ് അടുക്കുന്ന ദിവസങ്ങളിൽ ഈ ഒരു പോർട്ട് എന്ന് പറയുന്നത് വൻ ആഘോഷങ്ങളുടെ ഒരു വേദിയായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഷിപ്പ് ഇനിയും എത്തിയിട്ടില്ല കേട്ടോ. 11 മണിക്ക് ഇവിടെ നിന്ന് എടുക്കുമെന്ന് പറഞ്ഞതാണ്. ഷിപ്പിൻ്റെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. നിങ്ങൾക്കൊരു കാര്യം കാണണോ? ഇന്തോനേഷ്യൻ ഭാഷ അറിയാത്ത ഞാൻ ഇന്തോനേഷ്യൻ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്ന ദ്വീപിൻ്റെ വീണ്ടും താഴെയുള്ള ദ്വീപിൽ ഒരു സ്പെഷ്യൽ വ്യക്തിയുണ്ട്. ആ വ്യക്തിയോട് കേട്ടോ എനിക്ക് റിപ്ലൈ വന്നു. അതാ കെബിൽ കെൻസി യാങ്. ഇതിനിപ്പോൾ ഞാൻ ട്രാൻസ്ലേറ്ററിൽ ഇട്ടിട്ട് വേണം മാറ്റിയെടുക്കാൻ. നല്ല ശാന്തസുന്ദരമായിട്ടുള്ള കുഞ്ഞു പോർട്ട് കേട്ടോ. വലിയ തിരകളൊന്നുമില്ല. അങ്ങ് ദൂരെ നിന്ന് എന്തോ ഒരു വെള്ള സാധനം കാണുന്നുണ്ട്. യെസ്, അതാണെന്ന് തോന്നുന്നു കേട്ടോ നമുക്ക് പോകേണ്ട കപ്പൽ. ചിലപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്നും പുറപ്പെട്ടിട്ട് ഉച്ചയാവുന്ന ടൈമിൽ ഇവിടെ എത്തുന്നതായിരിക്കും. നമ്മുടെ ഈ പോർട്ടിനോട് ചേർന്നിട്ടുള്ള മലനിരകളിൽ ഇതാ കാർമേഘങ്ങൾ ഇരുണ്ട് കൂടുന്നുണ്ട്. മിക്കവാറും കപ്പൽ വന്ന് അടുക്കുമ്പോൾ നല്ല പെരുമഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ബൂട്ടൻ ഐലൻഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നും വക്കത്തോബി ഐലൻഡുകളിലെ കലഡൂബ ഐലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പതുക്കെ വന്ന് നമ്മളുടെ ശരിക്കുണ്ടല്ലോ ഇതിനെ സ്പീഡ് വെസൽ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ പിന്നെ ഇവർ ഇതിനെ കപ്പൽ എന്നാണ് കേട്ടോ പറയുന്നത്. നമ്മളുടെ കപ്പൽ നിങ്ങൾക്കറിയാലോ, ഇന്തോനേഷ്യൻ ഭാഷയിൽ കപ്പലിന് കപ്പൽ എന്ന് തന്നെയാണ് പറയുക. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. കറക്റ്റ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും മഴ പെയ്തു തുടങ്ങി, പൊടിഞ്ഞു തുടങ്ങി. ആ ഒരു ഷിപ്പ് വന്നതിൻ്റെ ഇത് എനിക്ക് തിര വന്നു. ഇത്രയും നേരം ശാന്തമായിട്ട് കിടന്ന ബീച്ചാണ് ഇപ്പോൾ തിരയായി. ഷിപ്പിൻ്റെ ആളുകളെല്ലാം ഇവിടെ നിന്നുള്ളവർ ഇത് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലോ, അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ പോയപ്പോൾ അവർ വേറൊരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. ഇവിടെ നിന്ന് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഡയറക്റ്റ് കലഡൂബിക്ക് ഷിപ്പുണ്ട് പോലും. പക്ഷെ ഇന്നില്ല. നമ്മൾ പോകുന്ന റൂട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഉള്ളത് സൗത്ത് സൈഡിലാണ് ബൂട്ടൻ ഐലൻഡിൻ്റെ. ഇവിടെ നിന്ന് ഷിപ്പിൽ കയറി നമ്മൾ നേരെ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്ന കുറേ അധികം ഐലൻഡുകളില്ലേ, ഇതിനെയൊക്കെയാണ് കേട്ടോ വക്കത്തോബി ഐലൻഡ്സ് എന്ന് പറയുന്നത്. അതിലുള്ള കലഡൂബ ഐലൻഡ് ഇതാ കറങ്ങി എങ്ങനെ പോകുമ്പോൾ അതാണ് കലഡൂബ ഐലൻഡ്. അവിടേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അവിടെ ഉണ്ടല്ലോ ഷിപ്പിൽ വന്നിറങ്ങിയ ആൾക്കാർ മുഴുവൻ തിരിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കയറ്റി വിടത്തുള്ള. മഴ കൊണ്ട് നമ്മൾ നിൽക്കണം. പക്ഷേങ്കിലുണ്ടല്ലോ വേറെ കുറേ ആൾക്കാർ ഇത് അവിടെ പോയി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കാത്തു നിൽക്കാം. ഇനിയിപ്പോൾ നമുക്കുള്ള എൻട്രിയുടെ ടൈമാണ്. എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ടിക്കറ്റിൽ നമ്പറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയാൻ പാടില്ല. ഞാൻ നോക്കിയിട്ട് നമ്പറൊന്നും കണ്ടില്ല. അവിടെ ചെല്ലുമ്പോൾ അവർ പറയായിരിക്കും. പിന്നെ ശരിക്കും ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന അത്രയും ആൾക്കാരില്ല അങ്ങോട്ടേക്ക് പോകാനായിട്ട്. സോ ഷിപ്പ് ഫുള്ളൊന്നുമല്ല തോന്നുന്നു. ഇവിടുത്തെ കളറും നല്ല നീല കളറിൽ ഫുള്ള് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കടലാണ് കേട്ടോ. ഇതാണ് നമുക്ക് പോകാനുള്ള ജെറ്റ് ബോട്ട്. നമുക്ക് അടുത്ത് കാണാം. ശരിക്കും ഉണ്ടല്ലോ, ഇതിന് ഈ പറയുന്ന വാഞ്ചിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് 3 മണിക്കൂറാണ് ടൈം വേണ്ടത്. പക്ഷെ നമ്മുടെ നോർമൽ ഷിപ്പുകളില്ലേ, നോർമൽ ഷിപ്പിന് 8 to 10 hour എടുക്കും കേട്ടോ അവിടെ റീച്ച് ആവാൻ വേണ്ടിയിട്ട്. അത്രയും വ്യത്യാസമുണ്ട് സ്പീഡിൽ. മേലെക്കൂടിയാണ് കയറേണ്ടതെന്ന് തോന്നുന്നു. മരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇതുവഴി ചവിട്ടി താഴെ കടലിലേക്ക് വീഴാതെ നമ്മൾ അകത്തേക്ക് കയറണം. പക്ഷെ ആരും ടിക്കറ്റൊന്നും ചെക്ക് ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ. അതിൻ്റെ മേലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടല്ലോ. അകത്ത് പോയി ഇരുന്നിട്ട് ലഗേജ് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടേ നമുക്ക് പിന്നെ മേലോട്ടേക്ക് കയറി വരാം. അതായിരിക്കും ബെറ്റർ.
അകത്ത് കയറി നോക്കാമല്ലോ എന്താണ് അകത്തുള്ളതെന്നുള്ളത്. ഇങ്ങനെയുള്ള ഇതുവഴി കയറിയിട്ട് ഇതാ ഈ ഒരു സ്റ്റെപ്പ് വഴി നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുന്നു. യെസ്, പിന്നെ നമ്മുടെ സാധാരണ ഉള്ള പോലത്തെ സീറ്റുകളില്ലേ, ആ രീതിയിൽ സീറ്റുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഇത് തന്നെയാണെന്ന് തോന്നുന്നത്. വിൻഡോ സീറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ന് ആൾ കുറവായതുകൊണ്ട് ഏത് സീറ്റിൽ വേണമെങ്കിലും ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇരിക്കാം കേട്ടോ. അങ്ങനെ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളായി. നമ്മളുടെ ഷിപ്പ് പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. ഫുള്ളെന്നല്ല, വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ കേട്ടോ. ഇതാണ് എക്കണോമിക് ക്ലാസ്. ഇതുവഴി ഇങ്ങനെ ഈ ഒരു വഴി നേരെ പോകുന്നത് ഈ ഒരു ഷിപ്പിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്. എനിക്കറിയാൻ പാടില്ല അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അതിൽ തിരിച്ച് വിളിക്കുന്നതിന് മുമ്പ് അവിടെ വരെ പോയി നോക്കാം. ഹായ് അമ്മേ, ഞാൻ ഇറങ്ങുന്നില്ല, പകരം ഷിപ്പ് ഇറക്കാം, ക്യാമറ ഇറക്കാം. നമ്മളുടെ അത് അവിടെ നിന്ന് വിട്ട് കേട്ടോ, വിട്ട് പതുക്കെ തിരിയാണ്. ഇനിയിപ്പോൾ നേരെ ആ കാണുന്ന കടലിലേക്ക് നമ്മുടെ ഷിപ്പിൻ്റെ ആൾ ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. വണ്ടി ഓടിക്കുന്ന ആൾ, കപ്പിത്താൻ. ഇവിടെ ഉണ്ടല്ലോ ക്ലീനിങ് ഒക്കെ നടക്കുവാണ്. കാരണം നേരത്തെ വന്ന ആൾക്കാർ ഇറങ്ങിപ്പോയിട്ട് ക്ലീനൊന്നും ചെയ്തിട്ടില്ല. ഓൾറെഡി നമ്മളുടെ ഇത് ഒരു മണിക്കൂർ അടുപ്പിച്ച് ലേറ്റാണ്. അങ്ങനെ നമ്മൾ ഇന്തോനേഷ്യയുടെ അടുത്ത ഐലൻഡിനോടും ബൈ പറയാണ്. ഇനിയിപ്പം പുതിയ വേറൊരു ഐലൻഡ് തേടി കേട്ടോ. കടലിലോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ ഏകദേശം ഒരു ഭൂപ്രകൃതി നമുക്ക് മനസ്സിലാവുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ വന്നിട്ട് ഒരു റാ ആകൃതിയിലാണ് ഈ ഒരു പോർട്ട് ഏരിയ കിടക്കുന്നത്. ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പ് വരെ. അപ്പോൾ കടലിങ്ങനെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഒരു പോർഷനാണിത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ തിരമാലകളൊന്നും ഇല്ലാത്തത് കേട്ടോ. നല്ല നീല കളറാണ് കടലിന്. അഥവാ ഈ ഒരു ബോട്ട് മുങ്ങിയാലും രക്ഷപ്പെടാനുള്ള കുഞ്ഞു ബോട്ടുകളൊക്കെ, എമർജൻസി ബോട്ടുകളൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സെയിം നമ്മൾ ഇതിനു മുമ്പ് കയറിയിട്ടുള്ള ഇതുപോലത്തുള്ള സ്പീഡ് വെസൽസ് ഇല്ലേ, അതുപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കടലിലേക്ക് ഇറങ്ങുമ്പോഴല്ലോ ഇവിടെ വ്യത്യസ്തമായിട്ടൊരു കാഴ്ചയുണ്ട്. നമുക്ക് കടലിൻ്റെ നടുവിൽ ചെറിയ കുടിലുകൾ പോലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്തേക്കുന്ന ഒരു പ്രത്യേകതരം ട്രാപ്പ് ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കടലിൽ എല്ലാ ഭാഗത്തും കാണാവേ. ഇത് കാണുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, വലിയ ആഴമില്ല ഇവിടുത്തെ കടലിന്. ഒന്നും രണ്ടും ഒന്നുമല്ല കേട്ടോ, ഒരുപാടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മീൻ കെണി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പറ്റിയാൽ നമുക്ക് വിശദമായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കാം കേട്ടോ. പതുക്കെ ആ ഒരു ഉൾക്കടൽ ഭാഗത്തു നിന്ന് മെയിൻ കടലിൻ്റെ അങ്ങോട്ടേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുറച്ച് സെറ്റിൽമെൻറ്റ് ഏരിയകളൊക്കെ കാണാം. അതിങ്ങനെ ചെന്ന് അവസാനിക്കുന്നത് ആ ഒരു തുരുത്തുനിന്നാണ്, ആ ഒരു തുഞ്ചത്തേക്കാണ് കേട്ടോ. അവിടെ ചെറിയൊരു ബീച്ച് പോലുള്ള മേഖലകളൊക്കെ ഉണ്ട്. ആ ഒരു ഭാഗത്തിന് കടലിന് നല്ല നീല കളറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് കാണാം സുലാവസി എന്ന് പറയുന്ന ഒറ്റ ദ്വീപ്. അതിൻ്റെ ഇങ്ങേ അറ്റത്ത്, കിഴക്കേ അറ്റത്ത് താഴെ ഭാഗത്താണ് ഈ പറയുന്ന ബ്യൂട്ടൺ ഐലൻഡ് ഉള്ളത്. അതിൻ്റെ പസർബാജ എന്ന് പറയുന്ന പോർട്ടിൽ നിന്നും ഞാനിതാ ഇങ്ങ് താഴെ കാണുന്ന ഇവിടെ ഒരു പച്ച മാർക്കിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് വക്കത്തോബി ഐലൻഡ്സ്. അതിൽ രണ്ടാമത്തെ ഐലൻഡായിട്ടുള്ള തിരിയുന്നുണ്ടൊക്കെ കലഡൂബ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അത് ഈ താഴെയാണ് കലഡൂബ. പക്ഷേങ്കിൽ നമ്മൾ ആദ്യമേ ഇവിടെ പോയാണ് ഇറങ്ങുന്നത്, വാഞ്ചി. മീൻ പിടിക്കാൻ പോയ ബോട്ടുകളൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം തീരത്തേക്ക്. നിങ്ങൾക്കറിയാലോ, ഒരുപാടധികം ദിവസങ്ങൾ പല കപ്പലുകളിൽ കയറി കടൽ യാത്ര നടത്തിയാണ് നമ്മളിതാ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ശരിക്കുവേ ഈ ബജോ എന്ന് പറയുന്ന കടലിൽ താമസിക്കുന്ന ട്രൈബൽ വിഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭൂഭാഗ മേഖലയിൽ മാത്രമേ ഉള്ളൂ. അവരെ അന്വേഷിച്ച് തന്നെയാണ് നമ്മളുടെ ഈ ഒരു യാത്രയും. ഇപ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ ഷിപ്പ് പോകുന്നത് അറൗണ്ട് ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടുത്തെ താഴത്തെ ഡെക്കിലുണ്ടല്ലോ ആളുകൾക്ക്, അതായത് പുക വലിക്കുന്ന ആളുകൾക്ക് വേണ്ട സ്ഥലമുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇരുന്ന് പുക വലിക്കാം കേട്ടോ. അതിനുള്ള പോർഷനാണ്. ഇവിടുന്ന് കറക്റ്റ് നമുക്ക് ആ ഒരു നീല വെള്ളം പതഞ്ഞ് നുരഞ്ഞൊഴുകുന്ന ആ ഒരു കാഴ്ചയും കാണാൻ പറ്റും. എക്സാക്റ്റ് ഈ ഒരു സ്പീഡ് വെസലിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ ഇത്. നുരഞ്ഞു പതയുന്ന ആ ഒരു വെള്ളത്തിൻ്റെ കാഴ്ചയെ നോക്കി കുറേയധികം നേരം ഞാൻ അവിടെ തന്നെ നിന്ന് കേട്ടോ. മനസ്സിനെന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. കാരണം ഒരുപാടധികം അന്വേഷിച്ച് പിടിച്ചാണ് നമ്മളിതാ ഇവിടേക്ക് എത്തിച്ചേരുന്നത്. നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഇനിയിപ്പം ആകെ 2 ദ്വീപുകൾക്കപ്പുറമാണ് കേട്ടോ. നമ്മൾ ഈ കാണാൻ പോകുന്ന വ്യത്യസ്തരായ മനുഷ്യരെ പറ്റി, അവർ വസിക്കുന്ന ഇടത്തെപ്പറ്റി കൂടുതൽ അറിയാവുന്നവരായിട്ട് ആരും തന്നെ ഇല്ലായിരുന്നു. മലയാളത്തിൽ അതിനു വേണ്ട റെഫറൻസിലുള്ള വീഡിയോകളും ഇല്ലായിരുന്നു. എങ്കിലും നമ്മളുടെ ആഗ്രഹം അത്രത്തോളം തീവ്രമായതുകൊണ്ട് തന്നെ ഒടുവിൽ തപ്പിപ്പിടിച്ച് ആ ഒരു ദ്വീപിനടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. വാങ്കി ഐലൻഡിലേക്കാണ് നമ്മളിത് ആദ്യമായിട്ട് എത്തിയിരിക്കുന്നത്. അവിടെ നമുക്ക് സെറ്റിൽമെൻറ്റ് ഏരിയകളൊക്കെ കാണാൻ പറ്റും. ഇവിടുത്തെ ദ്വീപുകളൊന്നും നമ്മളുടെ ലക്ഷദ്വീപ് പോലെ പ്ലെയിൻ ഏരിയകളല്ല കേട്ടോ, മുഴുവൻ മലനിരകളാണ്. അതെത്ര ചെറിയ ദ്വീപാണെങ്കിലും മലനിരകൾ അവിടെ ഉണ്ടാവും. വാങ്കി ഐലൻഡിലെ വാഞ്ചി എന്ന പട്ടണമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രധാന തുറമുഖം എന്ന് പറയുന്നത്. എന്തായല്ലേ, ലോകത്തിലെ ഒറ്റപ്പെട്ട ഇത്തരത്തിലുള്ള കുഞ്ഞൻ
ദ്വീപുകളിലും ഒരുപാട് മനുഷ്യർ വസിക്കുന്നുണ്ട്. ഇവിടെ ദ്വീപിനോട് അടുത്തപ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളുടെ മുമ്പിലേക്ക് ആ വർണ്ണാഭമായ കാഴ്ച വന്നെത്തിയേ. ഇവിടുത്തെ ഈ കടലൊന്ന് നിങ്ങൾ നോക്കിയേ, നീല കളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്ത് നീലയാണെന്ന് വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളറും ഭംഗിയുമായി കേട്ടോ ഇവിടുത്തെ കടലിനെ. വാഞ്ചി അത്യാവശ്യം വലിയ പട്ടണമാണ്. ഒരുപാട് ഷിപ്പുകളൊക്കെ ഇവിടുത്തെ തുറമുഖത്ത് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇതുണ്ടല്ലോ നല്ല കാലാവസ്ഥ ആയതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ എത്തിയത്. ഈ ഒരു കടലുകൾക്കുണ്ടല്ലോ വളരെ രൂക്ഷമായിട്ടുള്ള കാലാവസ്ഥയുള്ളൊരു സമയമുണ്ട് കേട്ടോ. ആ സമയത്ത് യാത്ര വളരെയധികം ദുഷ്കരമാണ്. ഷിപ്പ് അടുത്തപാടെ ഉണ്ടല്ലോ, ഇത് ഇടുന്നതിന് മുമ്പ് വേറെയുള്ള ആൾക്കാരിങ്ങടെ കടലിൽ കയറുകയാണ് കേട്ടോ. നോക്കി ഇടിച്ച് ഇരച്ച് കയറുകയാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗേജുകൾ എടുക്കാനുള്ള ആളുകളായിരിക്കണം, ടാക്സിയുടെ ഒക്കെ ആളുകളായിരിക്കണം തോന്നുന്നു കേട്ടോ. ഇതുവഴി അങ്ങനെ ചാടി അപ്പുറത്തോട്ട് ഇറങ്ങാം കേട്ടോ, പുറത്തോട്ടെ. പക്ഷേ ഞാനത്ര റിസ്ക് എടുക്കുന്നില്ല, ചാടി കടലിൽ വീണാലോ. നമുക്ക് പുറത്തേക്കൂടിയേ ഇതിൽ അവർ നടപ്പാത സെറ്റാക്കി വെച്ചിട്ടുണ്ട്, ഇതിലെ തന്നെ ഇറങ്ങാം. പുറത്ത് ഒരുപാട് കൂട്ടം ആൾക്കാരുണ്ട്, ഒരുപാടില്ല എന്നാലും ഉണ്ട്. സൂക്ഷിച്ചും കണ്ടും കാല് വെക്കണം കേട്ടോ. നോ എൻ്റെ പൊന്നെ. അങ്ങനെ ഒടുവിൽ നമ്മൾ അടുത്ത ഐലൻഡിൽ കാല് വെച്ചു. ശരിക്കും ഉണ്ടല്ലോ കലഡൂബ ഐലൻഡിൻ്റെ കുറേ ഐലൻഡുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും നോർത്തേൺ സൈഡിലുള്ള ഐലൻഡാണ് കേട്ടോ ഇത്. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് താഴോട്ടേക്ക് വാലെ പല ഐലൻഡുകൾ കിടക്കുകയാണ്. നമുക്ക് വിശ്രമിക്കാൻ ടൈമായിട്ടില്ല കേട്ടോ. ഇനിയും ഉണ്ട് ഒരുപാട് ദൂരം കടലിലൂടെ സഞ്ചരിക്കാനായിട്ട്. അതിനുള്ള വഴി കണ്ടുപിടിക്കണം. അതിൻ്റെ അകത്തുള്ള പിന്നെ ഈ ബൈക്ക് മൊബൈൽ ബോംബിൽ എന്ന് പറയുന്നുണ്ട്. ഈ ബൈക്ക് കൊടുക്കുന്നതാണോ അങ്ങനെ റെൻറ്റിലാണോ എന്നും തോന്നുന്നു. അതുകൂടാന്ന് പറഞ്ഞിട്ടുണ്ട് ഗോജക്കിൻ്റെ ആൾക്കാരുണ്ട് കേട്ടോ, റെൻറ്റിന് അല്ല ബൈക്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വക്കത്തോബിയുടെ ഈ നോർത്തേൺ ഐലൻഡ് ഭാഗം കുറച്ച് ടൂറിസം ഫ്രണ്ട്ലി അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾക്ക് പേര് കേട്ട സ്ഥലമാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കടലുണ്ടല്ലോ നിങ്ങൾ, അന്നേരം കടലിലുള്ള ഡൈവിങ്ങുകൾക്കൊക്കെ പേര് കേട്ടതാണ് ഇവിടുത്തെ പല ഐലൻഡുകളുടെ പേര്. അപ്പോൾ അതുകൊണ്ടാണ് ടൂറിസ്റ്റുകൾക്ക് ഇത്രയധികം ഡിമാൻഡുള്ളത്. ഇവിടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടെങ്കിൽ കടലിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇവിടെ ഒരാൾ നമ്മൾ വന്ന ഇതുണ്ട ഷിപ്പിൻ്റെ മേലെ കയറിയിരിപ്പുണ്ട്. ആൾക്കാർ കൊണ്ടുവരുന്ന ഓരോ സാധനങ്ങളുണ്ടെങ്കിൽ ഇതുണ്ട മാവെല്ലാം വലിയ മാവ് അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. നമുക്കുണ്ടല്ലോ ഇവിടെ നിന്ന് ഈസിലി അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത ഐലൻഡിലേക്ക് പോകണം. നമ്മൾ അന്വേഷിച്ച് വന്ന ഐലൻഡ് ഇതുമല്ല കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് അന്വേഷിക്കട്ടെ. കലഡൂബയിലേക്കുണ്ടല്ലോ ഇവിടെ നിന്നും കിട്ടില്ല, വേറെ ഒരു പോർട്ടുണ്ട് അത്ര, അവിടെ പോകണം. അവിടെ പോകുമ്പോഴാണ് കലഡൂബയിലേക്ക് കിട്ടുക. അപ്പോൾ അങ്ങോട്ടേക്ക് ഈ പുള്ളിക്കാരൻ എന്നെ ആക്കി തരാമെന്ന് പറഞ്ഞു. ഇത് ടാക്സിയാണ്. 20,000 രൂപ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു 110 രൂപയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ടൂറിസ്റ്റ് ആയതുകൊണ്ടായിരിക്കും അത്രയും വരുന്നത്, എനിക്കറിയാൻ പാടില്ല. നമുക്ക് എന്തായാലും പോയല്ലേ പറ്റും, പുതിയൊരു സ്ഥലമല്ലേ. ചെറിയൊരു ഐലൻഡിലെ കുറേയധികം റോഡുകൾ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോവുകയാണ്. എന്നോടേ ഇവിടെ ആ ഒരു ഷിപ്പ് ഓൾറെഡി വിട്ടു, അതുകൊണ്ട് താമസിക്കാനുള്ള സ്ഥലം വേണോ എന്നാണ് ചോദിച്ചത്. പക്ഷേങ്കിൽ ഞാനിപ്പം അത് നോക്കുന്നില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരും. അപ്പോൾ നമുക്ക് എല്ലാവരും ഒന്നും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത പോർട്ടിലേക്ക് എത്തി. ഇവിടെ നിന്നാണ് അത്രേ കലഡൂബയ്ക്ക് വേണ്ട ഷിപ്പ് പുറപ്പെടുന്നത്. ഇവിടെ ഒരെണ്ണം വന്ന് കിടപ്പുണ്ട്, പക്ഷേങ്കിൽ അത് ഇതാവാനില്ല, ചാൻസ് ഇല്ല. എന്നോട് പറഞ്ഞത് നാളെ രാവിലെ 8 മണിക്കാണ് അടുത്ത ഷിപ്പ് ഇവിടെ നിന്നുള്ളത്, അടുത്ത ഷിപ്പ് കലഡൂബയ്ക്കുള്ളത് ഇവിടെ നിന്ന് പുറപ്പെടുക എന്ന്. ചെറിയ ഷിപ്പൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങോട്ടാണോ എന്തോ. ഈ കിടക്കുന്ന ചെറിയ ബോട്ടില്ലേ ഇത് കലഡൂബയ്ക്ക് തന്നെ ഉള്ളതാണ്. അപ്പം അതിവിടെയുള്ള ഈ ചേച്ചിമാർ പറഞ്ഞതാണ്. Ini Spitomia tapi tujuannya ke singgah Kalidupa. ഓക്കെ, വേറെ എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ അത് എനിക്ക് പറഞ്ഞിട്ട് നമ്മളുടെ ഇതിന് മനസ്സിലാവുന്നില്ല. തോമിയ ഷിപ്പ് സ്റ്റോപ്സ് അറ്റ് കലഡൂബ. ദിസ് ഷിപ്പ് കലഡൂബ. ഓക്കെ, എന്തായാലും ഇത് ദുബായ് കടപ്പുറം വഴി പോകുന്നതാണ്. അന്നേരം ഇപ്പം എന്നെ ഒമാനിൽ ഇറക്കി വിടും, ആ ഒരു രീതിയാണ് കേട്ടോ. കലഡൂബയിൽ എന്നെ ഇറക്കുമായിരിക്കും. എന്തായാലും വേറെ നോക്കട്ടെ, ടിക്കറ്റ് എടുക്കാം ആദ്യമേ. ഇത് നമ്മളുടെ നോർമൽ ഷിപ്പ് പോലുള്ള ചെറിയ ഷിപ്പാണ് കേട്ടോ. ഹായ്, ചെറിയൊരു ബസ് പോലെ ഉണ്ടല്ലോ. ഫൈനലി കാര്യം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ശരിക്കും എന്തോ ലക്കാണോ എന്താണെന്നറിയില്ല, ഈ ഒരു സാധനം കലഡൂബ വഴിയാണ് പോകുന്നത്. അപ്പം അങ്ങോട്ടേക്കുള്ള ചെറിയൊരു എന്താ പറയുക, ഇത് സ്പീഡ് ബോട്ട് പോലെ തന്നെയുള്ള സാധനമാണ്. 1 2 3 എഞ്ചിനൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പുള്ളിക്കാരൻ എന്നെ കറക്റ്റ് ടൈമിൽ കൊണ്ടുവന്ന് വിട്ടു. എന്തോ സംതിങ് എനിക്കിപ്പോഴും റിയലൈസ് ആയിട്ടില്ല. ഇത് കലഡൂബിയിൽ എത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഞാൻ കയറി. 1,00,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് ഇതിൻ്റെ ടിക്കറ്റ് വാങ്ങുന്ന ആൾ വാങ്ങിയിട്ടുണ്ട്. ആ 1,00,000 രൂപ ഞാൻ ടിക്കറ്റ് റേറ്റും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല. ഓക്കെ ബൈ ബൈ. നോട്ട് ഗുഡ് ബൈ, സീ യു. പുള്ളിക്കാരനാണ് എന്തായാലും ഇവിടം വരെ എത്തിച്ച് ഈ സാധനങ്ങൾ സെറ്റാക്കി തന്നെ. പക്ഷേ പുള്ളി ഉണ്ടല്ലോ മാക്സിമം എന്നെ ഇന്ന് ഇതില്ല, അതുകൊണ്ട് അവിടെ എവിടെയെങ്കിലും താമസിക്കാം എന്നൊക്കെ ഉള്ളത് ആദ്യമേ പറഞ്ഞായിരുന്നു കേട്ടോ. ഞാൻ വേണ്ട ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പുള്ളിക്കാരൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പോൾ എന്നെ താമസിപ്പിച്ചാൽ കിട്ടുന്ന കമ്മീഷന് വേണ്ടിയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും ജീവിക്കാൻ വേണ്ടിയല്ല എല്ലാവരും. കാര്യം എന്തായാലും പുള്ളി കറക്റ്റായിട്ട് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ച് ഇപ്പം പോകാനുള്ള സെറ്റാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ഒരു ഷിപ്പ് ഓടിക്കുന്ന ആൾ. അപ്പോൾ പുള്ളിക്കാരന് ഞാനൊരു 1,00,000 രൂപ കൊടുത്ത് നമ്മളുടെ അങ്ങോട്ടേക്കുള്ള സീറ്റ് ഉറപ്പിച്ചു കേട്ടോ. ഇത് എത്ര മണിക്ക് പുറപ്പെടുമെന്നുള്ളത് ഇപ്പം പുറപ്പെടുമായിരിക്കും, കാരണം അതിൻ്റെ കയറ് കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് നമ്മളുടെ ബോട്ട് എടുത്ത് കേട്ടോ. എനിക്കെല്ലാം ഒരു സ്വപ്നത്തിൽ പോലെയാണ് തോന്നുന്നത്. വരുന്നു, ഓടി ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ നോക്കുമ്പോൾ അടുത്ത ദ്വീപിലേക്ക് പോകുന്ന ബോട്ട് എടുക്കുന്നു, അതിൻ്റെ അകത്ത് കയറുന്നു, എന്തൊക്കെയോ സംസാരിക്കുന്നു. ഒടുവിൽ നമ്മൾ കടലിലിറങ്ങി. ഇനി ഈ പറയുന്ന കലഡൂബയിൽ നമ്മൾ പോയി ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ ചെന്ന് കാല് കുത്തിയതിന് ശേഷം പറയാം കേട്ടോ. നമ്മളുടെ ഇങ്ങോട്ടേക്കുള്ള എല്ലാ യാത്രകളും ഇങ്ങനെയാണ്. കുറച്ചധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്താ പറയുക, കുറച്ചധികം ആകാംക്ഷപരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ നിറഞ്ഞ കൺഫ്യൂഷൻസൊക്കെ നിറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഇതുപോലുള്ള യാത്രകളുടെ ഏറ്റവും എന്താ പറയുക സുന്ദരമായിട്ടുള്ള സുഖകരമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. വിചാരിച്ചതിലും അധികം സ്പീഡുണ്ട് കേട്ടോ ഈ ഒരു കുഞ്ഞൻ ബോട്ടിനെ. അത് കടലിലോട്ട് ഇറങ്ങിയവിടെ തന്നെ കുതിച്ചങ്ങോട്ട് പായാനായിട്ട് തുടങ്ങി കേട്ടോ. നമ്മൾ നേരത്തെ വന്ന ബോട്ട് പോലെയല്ല, ഇതിൻ്റെ ഉണ്ടല്ലോ എൻജിനൊക്കെ താഴെ ആണ്. അതുകൂടാതെ നമ്മൾ ഇരിക്കുന്നത് ഏറ്റവും താഴെ ആയതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ബേക്കിൽ പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തോട്ട് തെറിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അവിടെ നിന്ന് ഒരാൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ മുമ്പിൽ സ്റ്റിയറിംഗ് പിടിച്ചിട്ട് വേറെ ഒരാൾ കൂടിയുണ്ട്. പുള്ളിക്കാരനാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ ഞാൻ കയറുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു ബൈക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൊണ്ടുപോകുന്നുണ്ട്. കടലിലെ ഇവിടെയെല്ലാം നമുക്കിതാ ചെറിയ ചെറിയ മുട്ടുമുട്ട് പോലെ എന്തോ ഒരു സാധനം കാണാൻ കേട്ടോ. മീനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടാക്കുന്ന എന്തെല്ലോ സംവിധാനങ്ങളാണ്. നമ്മളെന്തായാലും ഈ ഒരു ഐലൻഡിലേക്ക് എത്തിയതല്ലേ ഉള്ളൂ. അത് ഇനിയിപ്പോൾ കൂടുതൽ ഇവിടുത്തെ ഈ കാര്യങ്ങളെപ്പറ്റി പഠിക്കാനും അറിയാനും ഉണ്ട്. ആ വലിയ ബോട്ടിൽ നിന്നും ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് ഇനിയിപ്പോൾ മിക്കവാറും കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ചെറുതായി തോണിയിലൊക്കെ നമ്മൾ ഈ ഒരു കടൽ കിടക്കേണ്ടി വരും കേട്ടോ. എൻ്റെ മനസ്സങ്ങടെ അഡ്വഞ്ചറിന് വേണ്ടിയിട്ട് തുടിക്കുക. അങ്ങവിടെ ആ ഒരു പോർഷനിൽ ഒരു വീട് മാത്രം, ആ വീടിനോട് ചേർന്നിട്ട് ഈ ഒരു തോണിയോ ബോട്ടോ എന്തോ അടുപ്പിക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി കാണാം. എന്തുകൊണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഐലൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊള്ളാലോ. മീൻ പിടിക്കുന്ന ആളുകൾക്ക് വന്ന് താമസിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു സെറ്റപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്തെ കടലിന് വലിയ ആഴമൊന്നും ഇല്ല, കാരണം അവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് നീല കളറ് ഉള്ളിലോട്ട് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുന്നുണ്ട്, അടിഭാഗം കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉണ്ടല്ലോ നീല തീരമാണ് കേട്ടോ ഏതൊരാളെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. ആ ഒരു വെയിലിൻ്റെ കട്ടിയോട് കൂടുന്നതിനെ വെട്ടിത്തിളങ്ങാണ് ഈ ഒരു ഐലൻഡിൻ്റെ തീരങ്ങൾ എന്ന് പറയുന്നത്. എനിക്ക് എന്താ പറയുക, ഒന്നും പറയാൻ പറ്റുന്നില്ല ആ ഒരു സന്തോഷം കൊണ്ട്. പിന്നെ കറക്റ്റ് ടൈമിൽ അങ്ങോട്ടേക്കുള്ള ഒരു ഷിപ്പും ബോട്ടും കൂടി കിട്ടിയത് കൊണ്ട് വല്ലാത്തൊരു ഒരു സന്തോഷം. ഇനി അവിടെ പോയി ഇറങ്ങുമ്പോഴേ പൂർണ്ണമായിട്ട് അറിയത്തുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ കലഡൂബയിൽ ഇറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, പോയി ഇറങ്ങുന്നത് എവിടെയാണോ അവിടെ കലഡൂബ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് സമയമുണ്ടല്ലോ, ചോദിച്ച് ഓരോ ഐലൻഡ് തപ്പിപ്പിടിക്കാം. നീന്തി കയറി വരാവുന്നത്രയും ദൂരേ ഉള്ളൂ എന്ന് തോന്നുന്നു ഓരോ ഐലൻഡുകളും തമ്മിൽ. അല്ലെങ്കിൽ ആഴം കുറവാണല്ലോ. വെറുതെയാണ് ആവേശപ്പുറത്ത് പറയുന്നത് ഇതൊക്കെ. ഇവിടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ച് ഞാനൊരു കൗതുകമായി. അപ്പോൾ ഞാൻ ഇവരോട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് വീഡിയോ ആക്കാനെന്നൊക്കെ പറഞ്ഞ് കേട്ടോ. യൂട്യൂബ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ യൂട്യൂബൊക്കെ എടുത്ത് നോക്കി അവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായേ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ബോട്ടിൻ്റെ എൻജിൻ ഓടിക്കുന്ന പുള്ളിക്കാരൻ ഇവിടെ വന്ന് ഞാൻ വീഡിയോസും എടുക്കുന്നതൊക്കെ നോക്കി വെക്കുന്നുണ്ട്. എൻജിനൊക്കെ കറക്റ്റായിട്ട് ഓടുമെന്ന് തോന്നുന്നു, കാരണം മുമ്പിൽ സ്റ്റിയറിംഗ് തിരിക്കുന്ന ആളിരിപ്പുണ്ടല്ലോ. ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, ഇതുണ്ട് ഈ സാധനങ്ങൾ. ഇത് ജെല്ലി ടൈപ്പ് ഒരു സാധനമാണ്. ഈ ഷാമ്പൂ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് സാധനമാണ് ഇത്. നമ്മളുടെ കടലിൽ കുറേ അധികം നേരമായിട്ട് ഞാനിത് ഇങ്ങനെ ഒരു വൈറ്റ് കളറിൽ നിങ്ങൾ കാണുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ അപ്പം അതിനെ വളർത്തുന്നതാണ് കേട്ടോ. പാലസ് അങ്ങനെ എന്താണ് അതിൻ്റെ പേര് പറയുന്നത്. ഇങ്ങനെ ഒരു കൃഷി ഇവിടെ ഉണ്ട് കേട്ടോ.
മീനിൻ്റെ കൃഷി അല്ലെങ്കിൽ ജെല്ലിയുടെ കൃഷിയെ ഓ മൈ ഗോഡ്, എന്തൊക്കെ പുതിയ അറിവുകളായി ഈ ഒരു എന്താ പറയുക ദ്വീപ് നമുക്ക് തരുന്നത്. അതിന് പറയുന്നതുണ്ടല്ലോ സീ വീട് എന്നാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീടെന്ന് പറയുന്നത് നോർമലി കഞ്ചാവിന് വീടെന്ന് പറയും, കടൽ കഞ്ചാവ് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാവേ, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പുള്ളിക്കാരനാണ് അത് പറഞ്ഞു തന്നത് ഇത് അങ്ങനെ ഒരു സാധനമാണെന്നുള്ളത്. ഈ സീ വീടേ കടൽ കഞ്ചാവ് ആളത്ര ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മുടെ സുഷിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ പുറത്ത് ആ ഒരു ഭാഗം കറുത്ത കളറിൽ റാപ്പ് ചെയ്തേക്കുന്നത്, അതുകൂടാതെ കറികളിൽ ചേർക്കുന്നത്, അങ്ങനെയൊക്കെ ആയിട്ടും ഈ ഒരു സീ വീഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ സീ വീഡിൽ തന്നെ ഉണ്ടല്ലോ പല വെറൈറ്റികളുണ്ട് കുക്ക് ചെയ്യുന്നത്, അതുകൂടാതെ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്, പിന്നെ ഷാമ്പു പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ചേർക്കുന്നത്, അങ്ങനെ വന്നിട്ട് പലതരത്തിലുള്ളത് കേട്ടോ. കടലിൽ തന്നെയുള്ള ഈ ഒരു ആൽഗ പായലുകളില്ലേ, ആ പായലുകളുടെ വെറൈറ്റികളാണ് കേട്ടോ സീ വീഡ് എന്നറിയപ്പെടുന്നത്. ആദ്യമൊക്കെ ഇതിനുണ്ടല്ലോ കടലിൽ നിന്ന് നാച്ചുറലായിട്ട് വളർന്നതിന് അങ്ങനെ തന്നെ കളക്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. പിന്നീട് ഇതിന് കൊമേഴ്ഷ്യൽ വാല്യൂ വന്ന സമയത്തെ ഇതിനെ കൊമേഴ്ഷ്യലി കൃഷി ചെയ്യാൻ തുടങ്ങി. അതിനായിട്ട് ആഴം കുറഞ്ഞ കടൽ ഭാഗങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു കടൽ ഭാഗങ്ങളിലുണ്ടല്ലോ ഇതുപോലെ കയറുകൾ വലിച്ചു കെട്ടി അതിൻ്റെ അകത്ത് ഈ ആൽഗകളെ കുരുക്കിയിട്ട് വളരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വിടുന്നു. അത് വളർന്നു വലുതായി കഴിയുമ്പോൾ ഇതിനെ ഇവർ കളക്ട് ചെയ്ത് ഇതിനെ പ്രോസസ്സ് ചെയ്ത് അത് എന്താവശ്യത്തിനുള്ള കടൽ വീടാണോ അതിനനുസരിച്ച് പ്രോസസ്സിങ് രീതികളും ഒക്കെ മാറും കേട്ടോ. 100 കണക്കിന് സ്പീഷീസ് ഉണ്ട് ഇതിൻ്റെ അകത്തെ. പിന്നെ ഒരു കാര്യമേ, നമ്മളുടെ ഇന്ത്യയിൽ തമിഴ്നാടിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ ഒഡീഷയുടെ ഭാഗത്തൊക്കെ ഈ കടൽ വീടിൻ്റെ കൃഷിയുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇന്ത്യയിൽ കിലോയ്ക്ക് അറൗണ്ട് 650 രൂപയോളമൊക്കെയാണ് കേട്ടോ ഈ കടൽ വീടിൻ്റെ വില വരുന്നത്. ഇതിങ്ങനെ എടുത്തിട്ട് പച്ചയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇത് ഉണക്കുകയൊക്കെ ചെയ്യും. അതിന് ശേഷം മെഷീനിലിട്ട് മുറിച്ച് പൊടിച്ചെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വലിയ ഷിപ്പുകളെയൊക്കെ ഈ ഒരു ഓടുന്ന ഓട്ടത്തിൽ കാണാം. നമ്മൾ അങ്ങനെയുണ്ടല്ലോ നമ്മളുടെ ആ ഒരു ദ്വീപുകളുടെ സമൂഹത്തിൻ്റെ അടുത്തേക്ക് എത്തിത്തുടങ്ങി. നമ്മുടെ വലതുഭാഗത്തൊക്കെ ആയിട്ടുണ്ടല്ലോ ഇതാ ദ്വീപുകൾ കണ്ടു തുടങ്ങി കേട്ടോ. നമ്മുടെ ബോട്ടുണ്ടല്ലോ ഏകദേശം ഈ ഒരു കലഡൂബ എന്ന് പറയുന്ന ആ ഒരു ഐലൻഡിന് അടുത്തു. അപ്പോഴത്തേക്ക് നമുക്കത് അങ്ങ് ദൂരെയായിട്ട് ഇവിടെയുള്ള ചില സെറ്റിൽമെൻറ്റുകളൊക്കെ കാണാവേ. ഞാൻ പറയുന്നത് എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, കാരണം ബോട്ടിൽ നല്ല സൗണ്ടാണ്. നമ്മൾ പോകുന്നത് ഈ സെറ്റിൽമെൻറ്റ് റീജിയനിലൊന്നുമല്ല, വേറെ ഒരു സ്പെഷ്യൽ ഇടത്തേക്കാണ് കേട്ടോ. ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങേണ്ടത് ഞാൻ ഗൂഗിൾ മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് ഏകദേശം ആ ഒരു ഭാഗത്തേക്കായിട്ടാണ്. പക്ഷേങ്കിൽ ഈ ഒരു ബോട്ട് അങ്ങോട്ടേക്കൊന്നും അടുക്കുന്നില്ല, ഇത് വീണ്ടും താഴോട്ടേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ സാധനം വേറെ വല്ല ഐലൻഡിലും പോയി ഇറങ്ങുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. ഈ ഐലൻഡുകൾ മുഴുവനാണ് കേട്ടോ കലഡൂബ എന്നറിയപ്പെടുന്നത്. ഇതൊക്കെ കലഡൂബ ഐലൻഡിൻ്റെ ഭാഗങ്ങളാണ്. ഏതെങ്കിലും ഒരു സൈഡിൽ എടുത്താൽ മതിയായിരുന്നു. ആളുകളെല്ലാം ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്ക് കണ്ടങ്ങൾ. ഫൈനലി നമ്മളിതാ കലഡൂബ ഐലൻഡിൻ്റെ ഏതോ ഒരു പോർട്ടിൽ ഇതാ വന്ന് എടുത്തിട്ടുണ്ട്. ഇത് തിരക്കും ആളും ബഹളവും ഇല്ലാത്തൊരു പോർട്ടാണ് കേട്ടോ. എനിക്ക് ഇറങ്ങേണ്ട അല്ലെങ്കിൽ എനിക്ക് പോകാൻ ഉദ്ദേശിച്ച സ്ഥലത്തിൻ്റെ ആ ഒരു ഏരിയ ഇത് അവിടെ കാണാനുണ്ട്. അവിടെ നിന്നൊക്കെ കുറേ മാറി ഇവിടെയാണ് ഇത് വന്നിട്ടുള്ളത്. ദൈവത്തിനറിയാം തീരുമാനമാകുമെന്ന്. ഇവിടെയൊക്കെ കടൽ നല്ല ആഴം കുറവാണ് കേട്ടോ. ഞാനും എൻ്റെ അമ്മ ഇറങ്ങണം. ഹലോ, ഇറങ്ങാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഈ കാണുന്നത്. ഇറങ്ങുവാണ് ഇവിടെ. അയ്യാ യെസ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ എനിക്ക് അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. ഈ ഷിപ്പ് വേറെ ഏതോ ഇങ്ങോട്ടോ പോകുന്നുണ്ട് കേട്ടോ. ഈ പുള്ളിക്കാരൻ ഉണ്ടല്ലോ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒരു കുറച്ചധികം കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പുറത്തെ സൈഡ്, ഈ ദ്വീപിൻ്റെ അപ്പുറത്തെ സൈഡാണ് അമ്പുവ എന്ന് പറയുന്ന സ്ഥലമുള്ളത്. അവിടെയും പോർട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഈ ബോട്ട് അമ്പുവയ്ക്ക് പോകുകയില്ല എന്നുള്ളത് ഹലോ എനിക്കറിയാൻ പാടില്ല. ഈ നാട്ടിലെ പിള്ളേർ കുരുന്നുകൾ. അപ്പോൾ ഖബർ ഓക്കേ. അപ്പോൾ ഈ പുള്ളിക്കാരൻ മോട്ടോർ ബൈക്ക് ഗോജക്, അപ്പം അതിൻ്റെ അകത്ത് അമ്പുവയിലേക്ക് ആക്കുമെന്നാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. സുധി യാ. അപ്പം ഞാൻ പുള്ളീനെ ഫോളോ ചെയ്യുകയാണ് കേട്ടോ. എന്തായാലും പോയി നോക്കാം. കടലിലേക്ക് ഇറക്കി പണിതേക്കുന്ന ഒരു ചെറിയൊരു വീതിയുള്ളൊരു റോഡ്, അവിടെയാണ് വന്നെടുക്കുന്നത് ഈ ഒരു ഷിപ്പ്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ആൾക്കാരല്ലേ, അവർ വേറെന്തോ കാത്ത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവരുടെ വീട് എവിടെയാണെന്ന് തോന്നുന്നു. നമ്മളുടെ ബോട്ട് ബാക്കോട്ടേക്ക് തിരിഞ്ഞു. നോക്കിയാൽ നിങ്ങൾ ഒരു കട പോലും ഇല്ലാത്തൊരു പോർട്ട് ഏരിയ കേട്ടോ. ഒരു വിജനമായ ഏരിയ. ഈ പുള്ളിക്കാരനെ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇവിടെ പോയേനെ. നടക്കുക എന്നല്ലാണ്ട് വേറൊരു പരിപാടിയില്ല കേട്ടോ. ഈ പുള്ളിക്കാരനെ ഇനിയിപ്പോൾ വിശ്വസിച്ച് പുള്ളിയുടെ കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ എവിടം വരെ പോകും അവിടം വരെ. വാട്ട്സ് യുവർ നെയിം? നമ ഹജ എജ.
Dari nama? My name is Muhammad Najlan. Muhammad Najlan. Which class you are studying? Kelas 8B. Class അവനോട് ചോദിച്ചിട്ടുണ്ട്. 8. 8. Great. Good. What's your name? My name is Madun. Madun. Yes. Which class? Class 8. 8. Same class. മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയിപ്പോയി. എൻ്റെ കൂടെ സെൽഫി എടുക്കാൻ ഒരു കുരുന്ന് വന്നിട്ടുണ്ട്. വാട്ട്സ് യുവർ നെയിം? യുവർ നെയിം? ബിന്ദാങ്. നൈസ് നെയിം. ഓക്കെ, ടേക്ക് സെൽഫി. ആദ്യമേ ഓടി വന്നിട്ട് സെൽഫി എടുത്താലോ എന്ന് എന്നോട് ഇങ്ങനെ ചോദിച്ചു കേട്ടോ. ഓക്കെ, ടേക്ക്. Okay. ആ എടുത്തോ? സെൽഫി അല്ലേ, ഫോട്ടോ തന്നെ. നിരന്ന് നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. 2 ഫോണിലേക്കാണ് ഞാൻ എടുക്കുന്നത്. ബൈ ബൈ. യു ആർ ദാരിമാന? Dari Wakatobi. വക്കത്തോബി. Sama-sama tadi. വക്കത്തോബി. Iya. ഓക്കെ, എവിടെയാണ് വക്കത്തോബി എന്ന് പറഞ്ഞ അതിൻ്റെ മൊത്തത്തിൽ വരും. പുള്ളിക്കാരൻ എന്താ പുള്ളിയുടെ ബൈക്കുമായിട്ട് വന്നിട്ടുണ്ട് എന്നെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട്. അവിടെ ഈ വണ്ടിയല്ലേ ഈ നാട്ടിലുണ്ടല്ലേ? ബൈ. ഓക്കെ, പുള്ളിയുടെ കൂടെ പോവാം. എൻ്റെ പൊന്നെ. ബൈ ബൈ, സി യു. ഞാൻ എത്രയാണ് രൂപ ആകുക എന്നൊന്നും ചോദിച്ചിട്ടില്ല, കാരണം ഇവിടെ വേറെ ഓപ്ഷനൊന്നുമില്ല പോകാനായിട്ട്. അതുകൊണ്ട് ബൈ ബൈ. അങ്ങ് പോകാന്നല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെ നിന്നുണ്ടല്ലോ മെയിൻ റോഡ് ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു ടാറിട്ട റോഡിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ ആൾക്കാരും താമസമൊക്കെ ഉള്ള ഏരിയയിലേക്ക് എത്തിയേ. ഇവിടെ ആളുകളൊക്കെ കാണാം. ആ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. പുള്ളിയുടെ വീട്ടിലോട്ടാണ് ആദ്യമേ വന്നത്. പെട്രോൾ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് എണ്ണ അടിച്ചു. ഇനിയിപ്പം ഈ ദ്വീപിൻ്റെ അങ്ങ് അറ്റം വരെ നമുക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. ബൈ ബൈ ഇന്ത്യ. താങ്ക് യു. യൂട്യൂബ് പിള്ളേരൊക്കെ പോയി കാണിക്കുന്നുണ്ട്. ഓക്കെ, വാ പോവാ. ആൾക്കാർ നയിക്ക, അപ്പം കുഴപ്പമില്ല. അത് അവരെ വീണ്ടും കണ്ട്. പുള്ളിക്കാരുടെ സ്പീഡ് ഉണ്ടല്ലോ നല്ലതാണ്. 70-80 റേഞ്ചിലാണ് വണ്ടി പായുന്നത്. ഏറ്റപ്പോറ്റോ പറക്കട്ടെ വണ്ടി, പറക്കട്ടെ. ഇവിടങ്ങളിലുണ്ടല്ലോ ഇതുകൊണ്ട് നിങ്ങൾ വീടുകൾ ശ്രദ്ധിച്ചോ, എല്ലാം തൂണിൻ്റെ മേലെയുള്ള വീടുകളാണ് കേട്ടോ. എല്ലാം തന്നെ മരം കൊണ്ടാണ്. പുതിയ വീടുകൾ വന്നിട്ട് കോൺക്രീറ്റിലും തീർക്കുന്നുണ്ട്, എന്നാലും അധികവും വന്നിട്ട് തൂണിൻ്റെ മേലെയുള്ള വീടുകൾ തന്നെയാണുള്ളത്. ട്രഡീഷണൽ ഹൗസ്. ഓടൊക്കെ മേഞ്ഞിട്ടുണ്ട് ചില വീടുകൾ, ചിലത് വന്നിട്ട് തകര ഷീറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനെയാണ് ഈ ഒരു ദ്വീപിലെ ടൗൺ ഏരിയകളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലാൻഡ് ഏരിയയിലുള്ള ആളുകളുടെ താമസം എന്ന് പറയുന്നത്. ഇവിടെ വന്നിട്ട് തെങ്ങും തോപ്പുകളായി കേട്ടോ. ഈ ഒരു ഭാഗത്തെ കൂടിയൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടി വണ്ടിയിൽ പോകുന്ന ഒരു ഫീല് വരുന്നില്ലേ? നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ. ഇവിടുത്തെ തേങ്ങയെല്ലാം നല്ല അത്യാവശ്യം നല്ല തേങ്ങയാണ്, വലുപ്പമാണ്. ഈ വണ്ടി പോകുന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റുന്നില്ല, ഞാൻ നിർത്തുന്ന സമയത്ത് കാണിക്കാം കേട്ടോ. ഇങ്ങനെ ഇടതൂർന്ന ഒറ്റപ്പെട്ട കൃഷിയുടെ മേഖലകൾ. ഇത് കഴിഞ്ഞ് കുറച്ചുകൂടി അപ്പുറത്തേക്ക് എത്തുമ്പോഴത്തേക്കും അടുത്ത ഗ്രാമം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. നമ്മൾ ചെറിയൊരു കുന്ന് പോലെയുള്ള ഒരു മേഖല കയറുകയാണ്. നമ്മൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഐലൻഡിൻ്റെ ആ ഒരു ഉയർന്ന ഭാഗങ്ങളില്ലേ, ആ ഒരു ഭാഗം ഈ ഒരു മേഖലയാണ് എന്ന് തോന്നുന്നു കേട്ടോ. കപ്പത്തോട്ടങ്ങൾ അതുപോലെ തന്നെ കപ്പളങ്ങ തോട്ടങ്ങളൊക്കെയാണ് ആ കാണുന്നത്. അമ്പുവ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ടൗണെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ചധികം വീടുകളുള്ളൊരു സ്ഥലം. പിന്നെ ഇവിടെ ഗ്രൗണ്ടും മറ്റ് സാധനങ്ങളും എന്തൊക്കെയോ കാണുന്നുണ്ട്. അപ്പം യെസ്, അമ്പുവയിലെ പോലീസ് സ്റ്റേഷൻ ഇതാണ്. അമ്പുവ പോലീസ് സ്റ്റേഷൻ. അങ്ങനെ ചെറിയ ചില ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ ഇവിടെയുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഈ ഐലൻഡിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള അമ്പുവ പോർട്ടിലേക്ക് എത്തുവേ. ഇത്രയുള്ള ഐലൻഡ്. ആകെ 7 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു ഐലൻഡിന് വീതിയുള്ളത്. ഇവിടുത്തെ വീടുകളുടെയൊക്കെ മുറ്റമൊക്കെ ഉണ്ടല്ലോ, പുല്ലൊക്കെ നട്ട് നല്ല വൃത്തിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് വേറെ ഏതോ ഒരു ലോകത്തേക്ക് എത്തിയ ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടൊക്കെ എത്തുമ്പോഴത്തേക്ക് എന്തോ സാധനം വിൽക്കും, മീൻ വിൽക്കുവാണ് കേട്ടോ ചേച്ചിയെ. ഇതങ്ങ് ദൂരെയായിട്ട് നമുക്ക് കടൽ കാണാം. ഇതാ, താങ്ക് യു. തെർമക്കാസി.
എന്നെ ഇവിടെ ആക്കി പുള്ളിക്കാരൻ പോയേ. 50,000 രൂപ, അതായത് നമ്മളുടെ 200 സംതിങ് രൂപയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തിന് ഏകദേശം അടുത്തായിട്ട് എത്തി. കഴിഞ്ഞ എത്ര ദിവസങ്ങളായിട്ടുള്ള സഞ്ചാരമാണെന്നറിയാമോ ഈ ഒരു പോയിന്റിലേക്ക്, ലോകത്തിൻ്റെ ഇങ്ങനെ ഒരു അറ്റത്തേക്ക് കൊണ്ടെത്തിച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് വരുന്നുണ്ട്. ഞാൻ രാവിലെ ആ ഒരു ഫുഡ് കഴിച്ചില്ലേ, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. സമയം വൈകുന്നേരമായി, 4 മണി കഴിഞ്ഞു. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, അറ്റ്ലീസ്റ്റ് സ്നാക്സ് പോലെങ്കിലും കഴിക്കാൻ കിട്ടുന്നത്. ഇവിടെ ഒരു ചെറിയ ഷോപ്പ് കാണുന്നുണ്ട്, അവിടെ എന്തെങ്കിലും കിട്ടുമായിരിക്കാം, ചോദിച്ചു നോക്കാം. ഈവൻ ഒരു കേക്കെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ ഹാപ്പിയാണ്. ഓ യെസ്, ഇവിടെ ഉണ്ടല്ലോ ഈ കടയിൽ ഡോണട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഡോണട്ട്സ്, കോഫി, പിന്നെ ബർഗർ പോലത്തെ സാധനങ്ങൾ, പിന്നെ ഇതാ പൊരിച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിവടേൻ്റെ വേറൊരു വടയപ്പരൻ, ഉള്ളിയില്ല പക്ഷേ ഇതിൻ്റെ അകത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കഴിച്ച് നമുക്ക് വയറ് നിറയ്ക്കാം. ഓ കോഫിയൊക്കെ മൊത്തം ഇവിടെ മറിഞ്ഞു. നല്ല ചൂട് കോഫി. അപ്പോഴേ എൻ്റെ ഇത്രയും നാളത്തെ ഓട്ടത്തിൻ്റെ ലക്ഷ്യസ്ഥാനം വന്നിട്ട് ഞാൻ ഓക്കെ താങ്ക് യു ബാക്കിൽ നിർത്തിക്കൊണ്ട് ഇവിടെ നിന്നൊരു ചൂട് കോഫി കഴിച്ചിട്ട് കൂടെ ഈ ഒരു സാധനം കൂടെ കഴിച്ച് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്താലോ. അവിടെ എന്താണ് നമ്മളെ കാത്തിരിക്കുന്നത്, എന്തായിരിക്കും ഇനി മുമ്പോട്ടേക്കുള്ള കാഴ്ചകൾ എന്നറിയാൻ വേണ്ടി ഞാനും ആകാംക്ഷയിലാണ്. എങ്ങനെ അവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതും ഒക്കെ ആയിട്ട്, ആ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു തിരുമക്കാശി. ഞാൻ മറിച്ച കോഫി തുടച്ച് സെറ്റാക്കട്ടെ കേട്ടോ. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.